ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ്ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ, അവിടെ ഇവിടെയൊക്കെ ഓരോ പാടുകൾ, സ്കാൾസ് അല്ലേ, മുഖത്ത് സ്കാൾസ്, അതുപോലെ കയ്യില്ലേ, കാലില്ലേ, സ്റ്റിച്ച് ചെയ്ത സർജറി കഴിഞ്ഞത്, പിന്നെ പൊള്ളിയ പാടുകൾ, അങ്ങനെ 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 പലതരം പാടുകളും നമ്മുടെ ശരീരത്തിലുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി നാച്ചുറൽ റെമഡീസൊക്കെ ചിലർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾക്ക് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ, ഈ പാടുകൾ പോകാൻ വേണ്ടി. അപ്പോൾ ആ എസൻഷ്യൽ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് എസൻഷ്യൽ ഓയിലാണ് നമുക്ക് ഈ പാടുകൾ പോകുന്നതിന് ഏറ്റവും നല്ലതെന്നുള്ളൊരു പോസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഒത്തിരി പേർക്ക് ഇത് പ്രയോജനപ്രദമാകും. നിങ്ങൾ ഇത് വാങ്ങണം. ഞാൻ ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, എസൻഷ്യൽ ഓയിലിൻ്റെ കേട്ടോ. അപ്പം നമുക്ക് എസൻഷ്യൽ ഓയിലിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുവാണ്. എസൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണമുള്ള പൂവിൻ്റെയും കായുടെയും മരത്തിൻ്റെ തൊലി തുടങ്ങി മരത്തിൻ്റെ എല്ലാ മണമുള്ള ഭാഗങ്ങൾ കേട്ടോ, ഇതെല്ലാം കൂടെ നീറ്റി എടുക്കുന്ന ഓയിൽസാണ്. അതുകൊണ്ട് ഇത് വേപ്പറൈസ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ എസൻഷ്യൽ ഓയിൽ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് അത് ചുമന്ന കുപ്പിയിൽ വെക്കണം, വെള്ള കുപ്പിയിൽ വെക്കണ്ടെന്ന് പറയണതിൻ്റെ ഒരു കാരണം, ഈ എസൻഷ്യൽ ഓയിൽസ് വേപ്പറൈസ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നീറ്റ് ഓയിൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് അതിനകത്ത് മായം ചേർത്തു അങ്ങനെ എങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് തീർച്ചയായിട്ടും ഒരു 99% വിശ്വസിക്കാവുന്നതാണ് എസൻഷ്യൽ ഓയിൽസ്. പിന്നെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ നമുക്കതിൻ്റെ ഗുണം ചെയ്യും. ഇന്ന് എസൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൗന്ദര്യ സംരക്ഷണത്തിനും ഹെയർ സംരക്ഷണത്തിനും മാത്രമല്ല കേട്ടോ, എല്ലാ രോഗങ്ങൾക്കും ഇതിൽ മരുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് മെഡിസിനാണ്. പണ്ട് പാർലർ നടത്തുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അരോമ തെറാപ്പി മാത്രം ചെയ്യുന്ന ഒരു സെൻറ്റർ തുടങ്ങണമെന്നൊക്കെ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, അത് നടന്നില്ല. അപ്പം ഞാനത് പറഞ്ഞത് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് എസൻഷ്യൽ ഓയിലിൽ മരുന്നുണ്ട്. നമുക്ക് ഓർമ്മശക്തി കൂട്ടാനും തുടങ്ങി എല്ലാത്തിനും ഇത് ആൾട്ടർനേറ്റീവ് മെഡിസിനായിട്ട് ഇത് ഉപയോഗിക്കാം, പഠിച്ചവർക്ക് കേട്ടോ. ഞാൻ പഠിച്ചതാണ്, ഇതിൻ്റെ ഡിപ്ലോമ എടുത്ത ആളാണ്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ പറയുന്ന ഈ പാടുകൾ പോകാനാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഈ നമുക്ക് പുതിയതായിട്ട് വന്ന സ്കാൾസൊക്കെ പോകുന്നതിന് ലാവൻഡർ എസൻഷ്യൽ ഓയിലാണ്. ഈ ലാവൻഡർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാവൻഡറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വന്ന പാടുകൾ പോകുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇത് ആൻറ്റി ബാക്ടീരിയലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റാണ്. പിന്നെ നമ്മുടെ കോളേജനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടീസും ലാവൻഡർ എസൻഷ്യൽ ഓയിലുണ്ട്. പിന്നെ ആൻറ്റിസെപ്റ്റിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ പാടുകളിലൊക്കെ അപ്ലൈ ചെയ്യാം, മസാജ് ചെയ്യാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മസാജ് ചെയ്യാം, രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും ഈ പാടുകളിൽ ഇത് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജ്വലി ഇത് നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഇത് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ml നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഹോഹപ്പ് ഓയിൽ, ഇതൊക്കെ കാരിയർ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്നത് ഏതാ? വെളിച്ചെണ്ണ അല്ലേ, നല്ല വെളിച്ചെണ്ണ വേണം. അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിലും നല്ലതാണ്. ഇത് 50 ml എടുക്കുക. ഇതിലേക്ക് ഒരു 30 തുള്ളി ലാവൻഡർ ഓയിൽ നമുക്ക് ഒഴിക്കണം. 30 തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 തുള്ളി മതി, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. അത് നന്നായിട്ട് കുലുക്കി അവിടെ വെച്ചിരുന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. ഇതാണ് ഈ പുതിയ സ്കാൾസ് പോകുന്നതിന് നമ്മൾ ലാവൻഡർ എസൻഷ്യൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതേ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ, നല്ല ഒന്നാന്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഓയിലാണത്, എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ 30 തുള്ളി ലാവൻഡർ ഓയിലിന് പകരം ഒരു 20 തുള്ളി ലാവൻഡർ ഓയിലും 10 തുള്ളി ടീ ട്രീ ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതാണ് പുതിയ പാടുകൾ വന്നതിന് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ കാലുകളിലുള്ള പാട്, അതുപോലെ മുഖത്ത് പലതരത്തിലുള്ള പാടുകളൊക്കെ ചിലവർക്ക് വരുമല്ലോ, അത്, പിന്നെ പൊള്ളിയ പാട്, ഇതൊക്കെ പോകുന്നതിനും ഈ ലാവൻഡർ എസൻഷ്യൽ ഓയിലും ടീ ട്രീ എസൻഷ്യൽ ഓയിലും മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഏറ്റവും നല്ലതാണ്. ഇത് ഇന്ന് ഇങ്ങനെ തൂത്തിട്ട് നാളെ പോവില്ല കേട്ടോ. 7 ദിവസം കൊണ്ട് 1 മാസം കൊണ്ടൊക്കെ പോകുന്നൊന്നും ഞാൻ പറയില്ല. ഗ്രാജ്വലി ഇത് ഫെയ്ഡ് ആയിക്കോളും.
അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഓയിലാണ്. അതാണ് ഇതിൻ്റെ ഗുണം എടുത്തു പറയാനുള്ളത് കേട്ടോ. അതാണ് ലാവൻഡർ എസൻഷ്യൽ ഓയിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ മുഖത്തെ പാടുകൾ, കാലിലെ പാടുകൾ, ബേൺ ചെയ്ത പാടുകൾ ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് സർജറി കഴിഞ്ഞ പാടുകളാണ്. സർജറി കഴിഞ്ഞ് കുറച്ച് നാളായ പാടുകൾ കേട്ടോ. അപ്പോൾ ഇന്ന് സർജറി കഴിഞ്ഞിട്ട് നാളെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങളങ്ങനെ ചെയ്യരുത്. സർജറി കഴിഞ്ഞ പാടുകളുണ്ടെങ്കിൽ നമുക്ക് ജെറേനിയം എസൻഷ്യൽ ഓയിൽ കേട്ടോ. ജെറേനിയം എസൻഷ്യൽ ഓയിൽ എന്നാണ് അതിനെ പറയണത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി മൈക്രോബയലാണ്, പിന്നെ ബാക്ടീരിയലാണ്. അതുകൂടാതെ ഇതിൽ ധാരാളം പിന്നെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അതുകൊണ്ടാണ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് കൂടെ ഉള്ളത്. അപ്പോൾ ഈ ജെറേനിയം നിങ്ങൾ വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് 50 ml പിന്നെ കാരിയർ ഓയിൽ എന്നാണ് നമ്മൾ ഈ മിക്സ് ചെയ്യണ ഓയിലിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരിയർ ഓയിലിനെ കുറിച്ച്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഈ 50 ml കാരിയർ ഓയിൽ എടുത്തിട്ട് ഈ 30 തുള്ളി കേട്ടോ ജെറേനിയം എസൻഷ്യൽ ഓയിൽ അതിലൊഴിച്ച് മിക്സ് ചെയ്ത് ചുമന്ന കുപ്പിയിൽ അല്ല മറക്കരുത്. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞ് തുടങ്ങി നമുക്ക് ഈ പാടുകളിലൊക്കെ അപ്ലൈ ചെയ്യാം. ഏറ്റവും ബെസ്റ്റാണ്. ഗ്രാജ്വലി ഇത് പൊക്കോളും കേട്ടോ. പിന്നെ ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് വേറൊരു ഓയിലും കൂടെ ഉണ്ട്. ഫ്രാങ്കിൻസെൻസ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഫ്രാങ്കിൻസെൻസ് എസൻഷ്യൽ ഓയിലിൻ്റെ ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവുന്നതിന് കേട്ടോ, സ്കിന്ന് ടൈറ്റ് ആവുന്നതിനും പുതിയ സ്കിൻ വരുന്നതിനും അതോടുകൂടി സ്കാൾസൊക്കെ പോയി പിന്നെ സ്കാൾസൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഈ ഫ്രാങ്കിൻസെൻസ് എസൻഷ്യൽ ഓയിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ജെറേനിയം എസൻഷ്യൽ ഓയിലും ഫ്രാങ്കിൻസെൻസ് എസൻഷ്യൽ ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് 50 ml ഓയിൽ കാരിയർ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 തുള്ളി ജെറേനിയൻ എസൻഷ്യൽ ഓയിൽ ഒഴിക്കാം. പിന്നെ 10 തുള്ളി ഫ്രാങ്കിൻസെൻസ് എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ. ഇത് എല്ലാ പാടുകൾക്കും നല്ലതാണ്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഗ്രാജ്വലി ഇത് പോവുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിത് പറഞ്ഞ് നിങ്ങൾ ഓയിലൊക്കെ മേടിച്ച് 1 മാസമൊക്കെ ഇട്ടിട്ട് അയ്യോ എൻ്റെ പാടൊന്നും പോയില്ല എന്ന് പറയരുത്. പോകും, പക്ഷെ അത് ഗ്രാജ്വലി നിങ്ങൾ സമയമെടുത്തേ പോവുള്ളൂ. പാടുകൾ കുറേ നാളുകൊണ്ട് നമുക്ക് വന്ന പാടുകളല്ലേ, അപ്പം നമുക്ക് അതിൻ്റേതായ ഇത് പിന്നെ വയറിലൊക്കെ മാന്തിയ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്, അതെല്ലാം പോകുന്നതിന് ഈ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്ക് തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പം നിങ്ങൾ ആ ലിങ്കിൽ നിന്ന് എടുത്താൽ മതി. ഒത്തിരി കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ടേ. അപ്പം നമുക്ക് വിശ്വാസമുള്ള കമ്പനികൾ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ ഈ പോസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെന്താ ചെയ്യണ്ടേ? പിന്നെ ചെയ്യാനുള്ളത് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യണം. അത് മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കാണുന്നവർ തീർച്ചയായിട്ടും എനിക്ക് ലൈക്ക് ചെയ്യണേ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.